ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോസിലോ ഒരു മോട്ടിവേഷൻ സ്പീക്കറും ജെന്യുവൻ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാത്ത പല കാര്യങ്ങളും ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങളെ പോലെ തന്നെ എനിക്കും നെഗറ്റീവ് ആയിട്ടുള്ള എമോഷൻസ് വരാറുണ്ട്. പക്ഷേ ആ നെഗറ്റീവ് എമോഷൻസിനെ എങ്ങനെയാണ് ഞാൻ പേഴ്സണലി സക്സസിലേക്കുള്ള ഒരു ഫ്യൂവൽ ആക്കി മാറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ എക്സാക്ട്ലി പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞാൻ എത്തേണ്ട സ്ഥലത്ത് നിന്ന് ഞാനിപ്പോ ഒരുപാട് പിന്നിലാണ്, എന്റെ ജീവിതം ഇനിയും ശരിയായിട്ടില്ല, എനിക്ക് മോട്ടിവേഷൻ ഇല്ല, ആൻസൈറ്റി ഉണ്ട്, എനിക്കൊരു മൂഡില്ല, എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ പലരും ഇത്തരത്തിലുള്ള നെഗറ്റീവ് തോട്ട്സിനെയും എമോഷൻസിനെയും ഒരു എക്സ്ക്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. ആക്ഷൻ എടുക്കാതിരിക്കാനായിട്ട് എനിക്ക് മോട്ടിവേഷൻ ഫീൽ ചെയ്യുന്നില്ല, ഞാൻ അപ്സെറ്റ് ആണ്, ഞാൻ ഭയങ്കര ആൻഷ്യസ് ആണ് എന്നൊക്കെ. പക്ഷേ ഇവിടെ ഒരു പവർഫുൾ ട്രൂത്ത് ഉണ്ട്. സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ആളുകൾ നെഗറ്റീവ് എമോഷൻസിനെ അവോയ്ഡ് ചെയ്യുന്നില്ല, അവരതിനെ ഒരു ഫ്യൂവലാക്കി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അവർക്കും ഫിയർ ഉണ്ടാവും, അവർക്കും ദേഷ്യം വരും, അവർക്കും ആൻസൈറ്റി ഉണ്ടാവും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആളുകളും ഈ ഫീലിങ്സിന്റെ അടിമകളായി മാറുകയാണ്. സക്സസ്ഫുൾ ആളുകൾ ഈ ഫീലിങ്സിനെ ഒരു ടൂൾ ആക്കി മാറ്റും. അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 പവർഫുൾ ടൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമത് നെഗറ്റീവ് വിഷ്വലൈസേഷൻ. പലർക്കും ഇത് കേൾക്കുമ്പോൾ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നുണ്ടാവും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്നുള്ളത് ഒന്നുകൂടി പവർഫുൾ ആണ്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചർ ആയിരിക്കും ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോ ആ ഫ്യൂച്ചർ എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, ലൈഫിൽ എവിടെയും എത്താതെ, വീണ്ടും മൊബൈലിന് അഡിക്റ്റഡ് ആയിട്ട്, കൂടെയുള്ള ആരും നിങ്ങളെ വാല്യൂ ചെയ്യാതെ, നിങ്ങളുടെ വൈഫ് പോലും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റെസ്പെക്റ്റ് തരാതെ, സൊസൈറ്റിയിലാണെങ്കിലും നിങ്ങൾ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്ന സമയത്ത് അവനാണോ, അവൻ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങളെ വാല്യൂ കൽപ്പിക്കുന്ന ആ ഒരു വിഷ്വലൈസേഷൻ ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ. ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള അർജൻസി എന്നുള്ളത് വരുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ പ്രോപ്പർ ആയിട്ട് എക്സസൈസ് ചെയ്യുന്നില്ലേ, ഒരു 5 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളെ ഒരുപാട് വെയിറ്റ് ആയിട്ടുള്ള, ഒരു താഴ്ന്ന ഒരു കാര്യം പോലും എടുക്കാനായിട്ട് കഴിയാത്ത ഒരു വ്യക്തിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. പലപ്പോഴും ആളുകൾ ഒരു കാര്യം ചെയ്യുന്നത് അവർക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ആ പേടിക്കുന്ന ആ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുന്നതിൽ തെറ്റില്ല. ഫിയറിനെ നമ്മൾ റോങ് ആയിട്ട് കാണണ്ട, അതിനെ ഉപയോഗിക്കാൻ പഠിക്കണം. നെഗറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് സ്വയം സ്കെയർ ചെയ്യുക എന്നുള്ളതല്ല, റിയാലിറ്റി കാണാൻ പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കറന്റ് ഹാബിറ്റ്സ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്ത് പ്രൈസ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക, ഈ പ്രൈസ് നിങ്ങൾക്ക് ക്ലിയർലി കാണാനായിട്ട് കഴിയുകയാണെങ്കിൽ അത് മാറ്റാനും എളുപ്പമായിരിക്കും. രണ്ടാമത്, ബിൽഡ് ഫ്രസ്ട്രേഷൻ ടോളറൻസ്. പല ആളുകളും ഇന്ന് ഫെയിൽ ആവുന്നത് അവർക്ക് സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, ഫ്രസ്ട്രേഷൻ ടോളറേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഉടൻ തന്നെ എന്തെങ്കിലും പോയിട്ട് കഴിക്കും. ആൻഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഉടൻ തന്നെ അത് ഒഴിവാക്കാനായിട്ട് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുന്നുണ്ടാവും. ബോറിംഗ് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഉടൻ തന്നെ പോയിട്ട് മൊബൈൽ എടുക്കും. എന്തെങ്കിലും കാര്യത്തിൽ ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ ക്വിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനെയാണ് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് എന്ന് പറയുന്നത്. ഹൈ അച്ചീവേഴ്സ് എന്താണെന്നറിയോ ചെയ്യുക, അവർ അൺവാണ്ടഡ് ഫീലിങ്സിനെ ടോളറേറ്റ് ചെയ്യാൻ പഠിക്കും. പേടി തോന്നുന്നുണ്ടെങ്കിലും അവർ സംസാരിക്കും, ബോർ അടിക്കുന്നുണ്ടെങ്കിലും ആ കാര്യം ചെയ്യും. ടയേർഡ് ആയാലും ബേസിക്സ് കംപ്ലീറ്റ് ചെയ്യും, റിജക്ഷൻസ് കിട്ടിയാലും ട്രൈ ചെയ്യുന്നുണ്ടാവും. കാരണം അവർക്ക് തന്നെ അറിയാം ഫീലിംഗ് അൺകംഫർട്ടബിൾ ഡസന്റ് മീൻ സ്റ്റോപ്പ് എന്നുള്ളത്. അൺകംഫർട്ടബിൾ ഫീൽ വരികയാണെങ്കിൽ അത് ഡേഞ്ചറസ് സിഗ്നൽ അല്ല, ഗ്രോത്ത് സിഗ്നൽ പോലും ആവാം. സോ ഫ്രസ്ട്രേഷൻ ടോളറൻസ് ബിൽഡ് ചെയ്യാൻ 3 സ്റ്റെപ്പ്. ഫസ്റ്റ് വൺ, അക്സെപ്റ്റ്. ശരി, ഞാനിതിപ്പോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്, എമോഷൻസിന് നെയിം കൊടുക്കുക. ആൻസൈറ്റി, ബോർഡം, ഹങ്കർ, ഫ്രസ്ട്രേഷൻ എന്താണ് എന്നുള്ള രീതിയിൽ നെയിം ചെയ്യുക. ഇങ്ങനെ നെയിം കൊടുക്കുമ്പോൾ ആ ഇമോഷൻസിന്റെ പവർ കുറയാൻ തുടങ്ങും. മൂന്നാമത്, റിയലിസ്റ്റിക് മെന്റൽ ക്യൂ. അതായത് നമ്മളുടെ ഉള്ളിൽ ഭയങ്കര പേടി ഉണ്ടാവും, പക്ഷെ ഞാൻ ഭയങ്കര ഫിയർലെസ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതിന് പകരം എനിക്കിപ്പോ ഫിയർ ഉണ്ട്, പക്ഷെ ഞാൻ ചെറിയ ആക്ഷൻ എടുക്കും. എനിക്കിപ്പോ മോട്ടിവേഷൻ ഇല്ല,
പക്ഷെ ഞാൻ 10 മിനിറ്റ് വർക്ക് ചെയ്യും. എനിക്കിപ്പോ ഡിസ്കംഫേർട്ട് ഉണ്ട്, പക്ഷെ ഞാൻ ക്വിറ്റ് ചെയ്യേണ്ടതില്ല. ഇതാണ് പ്രാക്ടിക്കൽ മെന്റൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. മൂന്നാമത് പ്രൂവ് യുവർ ബ്രെയിൻ റോങ്. നമ്മൾ പലപ്പോഴും ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചിന്ത വരികയാണെങ്കിൽ അത് ട്രൂത്ത് ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു തോട്ട് വരികയാണെങ്കിൽ അത് ഫാക്റ്റ് ആണെന്ന് നമ്മൾ വിശ്വസിക്കും. അവൻ ചേഞ്ച് ആവില്ല, എന്നെ റിജക്ട് ചെയ്യും, ഇതൊക്കെ ട്രൂത്ത് ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അതൊക്കെ തോട്ട്സ് ആണ്, അല്ലാതെ ഫാക്ട്സ് അല്ല. തോട്ട്സ് ആർ നോട്ട് ഫാക്ട്സ്, ഇമോഷൻസ് ആർ നോട്ട് കമാൻഡ്സ്. നിങ്ങൾക്ക് ഉള്ളിലൊരു ഫിയർ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് അർത്ഥം നിങ്ങൾ ഇൻകാപ്പബിൾ ആണ് എന്നുള്ളതല്ല. നമ്മളുടെ ബ്രെയിൻ പലപ്പോഴും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേസ്റ്റ് കേസ് സിനാരിയോസ് പോലും നമുക്ക് തരുന്നുണ്ടാവും. സോ ഇങ്ങനെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ 4 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. ഫസ്റ്റ് വൺ, ഇത് ശരിയാണോ? എനിക്കിപ്പോ സക്സസ് കിട്ടില്ല, ഞാൻ ഇതിൽ സക്സസ് ആവില്ല എന്നുള്ളതാണെങ്കിൽ ഇത് ശരിയാണോ എന്ന് ചോദിക്കുക. അതിന് ഉത്തരം മേ ബി നോട്ട്, ശരിയായിരിക്കണം എന്നുള്ളതില്ല. ഇനി രണ്ടാമത്, ഇത് 100% ശരിയാണോ? ഞാൻ സക്സസ് ആവില്ല എന്നുള്ളത് ഒരിക്കലും അല്ല. കാരണം നമ്മൾ പലതും ട്രൈ തന്നെ ചെയ്തിട്ടില്ല. ദെൻ അടുത്ത മൂന്നാമത്, ഈ തോട്ട് എന്നെ എങ്ങനെയാണ് ഫീൽ ചെയ്യിക്കുന്നത്? ഭയങ്കര ഡിസ്കറേജ്ഡ് ആക്കിയിട്ട്, വീക്ക് ആക്കി, ഹോപ്പ് ഇല്ലാതെ, മടിയാക്കി. അപ്പൊ ഈ ഒരു തോട്ട് പ്രൊഡക്റ്റീവ് ആണോ? അല്ല എന്നായിരിക്കും. ഇനി അടുത്ത 4ാമത്തെ ചോദ്യം, ഈ ഒരു തോട്ടില് ഞാൻ വിശ്വസിച്ചില്ലെങ്കിൽ എന്തായിരിക്കും നടക്കുക? മേ ബി ഞാൻ ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ജിമ്മിൽ പോവും, പഠിക്കും, ഞാൻ ആരോടാണോ സംസാരിക്കേണ്ടത് അതിന് പോയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. ബിസിനസ് ഐഡിയ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ആക്ഷൻ എടുക്കുന്നുണ്ടാവും. ഇങ്ങനെ നമ്മളുടെ ബ്രെയിനിനെ തന്നെ ചലഞ്ച് ചെയ്യണം. ബ്രെയിന് പറയുന്ന എല്ലാം നമ്മൾ ഒബേ ചെയ്യേണ്ടതില്ലെന്നേ. നമ്മളുടെ ബ്രെയിനിന്റെ ഓണറാണ്, സർവന്റ് അല്ല. അടുത്തത്, നമ്മളുടെ നെഗറ്റീവ് എമോഷൻസിനെ ഫ്യൂവൽ ആക്കുക. നമുക്ക് ദേഷ്യം വരുന്നുണ്ട്, ഫിയർ വരുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് വേസ്റ്റ് ചെയ്യരുത്, അതിന് ഫ്യൂവലാക്കി മാറ്റുക. എന്റെ ലൈഫിൽ ഞാൻ ഇത്രയും വർഷം വേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടോ? അത് സെൽഫ് ഡിസ്ട്രക്ഷനിലേക്ക് അല്ല കൊണ്ടുപോകേണ്ടത്, ഡിസിപ്ലിനിലേക്ക് ചാനലൈസ് ചെയ്യുക. ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്നും അല്ലാതാവും എന്നുള്ള ഫിയർ നിങ്ങൾക്കുണ്ടോ? അവിടെ പാനിക് ആവരുത്, ആക്ഷനിലേക്ക് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടോ, എനിക്ക് സക്സസ് കിട്ടുന്നില്ല എന്നുള്ളത്? അപ്പോ ആ ഒരു എനർജിയെ കൂടുതൽ ഫ്രസ്ട്രേഷനിലേക്ക് അല്ലാതെ പ്രാക്ടീസിലേക്ക് ഉപയോഗിക്കുക. ബ്രേക്കപ്പ് സംഭവിച്ചോ, അത് കൂട്ടുകാരുടെ അടുത്തും മദ്യപിക്കാനും ഒക്കെ ആ ഒരു എനർജി ചാനലൈസ് ചെയ്യുന്നതിന് പകരം കൂടുതൽ കാര്യങ്ങൾ ആ പെയിൻ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അടുത്തതാണ് പ്രാക്ടിക്കൽ 30 ഡേ എക്സസൈസ്. ഞാൻ ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എൻ്റെ ജീവിതം അടുത്ത 30 ദിവസത്തിന് ശേഷം എങ്ങനെയാവും? ഇതൊന്ന് ചിന്തിക്കുക, ദെൻ അത് എഴുതുക. ഇതിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്ന് ഞാൻ ചെയ്യേണ്ട ഒരു ചെറിയ ആക്ഷൻ എന്താണ്? ഒരു അരമണിക്കൂർ എക്സസൈസ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, അരമണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബുക്ക് മേടിച്ചിട്ട് അത് വായിക്കുക എന്നുള്ളതായിരിക്കാം, ഒരു 5 പേരെ പോയിട്ട് പുതിയതായിട്ട് പരിചയപ്പെടുക എന്നുള്ളതായിരിക്കാം, ചിലരോട് ചില കാര്യങ്ങൾ പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് വരികയാണെങ്കിൽ ഈ ഡിസ്കംഫേർട്ട് എന്നുള്ളത് ഡേഞ്ചർ അല്ല, ഇതിനെ എനിക്ക് ടോളറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് സ്വയം പറയുക. കാരണം ഞാൻ ഫീലിങ്സ് അനുസരിച്ചല്ല, ഗോൾസ് അനുസരിച്ചാണ് മൂവ് ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് പേപ്പറിൽ എഴുതി വെച്ച് അത് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നൈറ്റ് റിഫ്ലക്ഷൻ. ഇന്ന് എൻ്റെ ബ്രെയിൻ എന്നോട് പറഞ്ഞ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് എന്തായിരുന്നു? അതിനെ ഞാൻ ഒബേ ചെയ്യാണോ ചെയ്യുന്നുണ്ടായിരുന്നത്, അതോ ഞാൻ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നുണ്ടായിരുന്നോ? ഇങ്ങനെ നിങ്ങളൊരു 30 ദിവസം എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൂഫുകൾ കിട്ടുന്നുണ്ടാവും. നിങ്ങളുടെ ഐഡന്റിറ്റി തന്നെ സ്ലോലി മാറാൻ തുടങ്ങും. നിങ്ങളുടെ ഇമോഷൻസിന്റെ വിക്ടിം അല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇന്ന് നമ്മൾ 3 ടൂൾസ് ആണ് നോക്കിയത്. ഒന്ന് നെഗറ്റീവ് വിഷ്വലൈസേഷൻ, രണ്ടാമത് ഫ്രസ്ട്രേഷൻ ടോളറൻസ്, മൂന്നാമത് പ്രൂവ് യുവർ ബ്രെയിൻ റോങ്. സക്സസ് എന്നുള്ളത് പലപ്പോഴും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതല്ല, നെഗറ്റീവ് ആയിട്ടുള്ള ഫീൽ വന്നാലും ആക്ഷൻ എടുക്കുന്നതിലാണുള്ളത്. നമുക്ക് പേടി തോന്നും, സ്റ്റിൽ മൂവ് ചെയ്യുക. ആൻസൈറ്റി വരും, സ്റ്റിൽ സംസാരിക്കുക. ഫ്രസ്ട്രേഷൻ വരും, സ്റ്റിൽ പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ട് വരും, സ്റ്റിൽ ട്രൈ ചെയ്യുക. അതാണ് മെന്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മളുടെ മൈൻഡ് പലപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കും, പക്ഷെ അതിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കണം. നിങ്ങളുടെ തോട്ട്സിനെ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യാതെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഇമോഷൻസിനെ എനിമി ആയിട്ട് കാണാതെ അതിനെ ഫ്യൂവലാക്കി മാറ്റുക. നിങ്ങളുടെ ഡിസ്കംഫേർട്ടിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പഠിക്കുക.
കാരണം ലൈഫ് എന്നുള്ളത് നമ്മൾ എല്ലായ്പ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിന്ന് മാത്രമല്ല ബിൽഡ് ആവുന്നത്. ഇതാണ് റിയൽ സെൽഫ് ഡിസിപ്ലിൻ, ഇതാണ് റിയൽ ട്രാൻസ്ഫോർമേഷൻ, ഇതാണ് നമ്മളുടെ ബ്രെയിനിനെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ നിന്ന് എക്സാക്ട്ലി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്, നിങ്ങൾ എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഇനി അത് മാത്രമല്ലാതെ അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് എമോഷണലി മെന്റലി സ്ട്രോങ് ആവാനും ഡിസിപ്ലിൻഡ് ആവാനും ആയിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്നുള്ളത് വേണം. എന്നോടൊപ്പം ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസിൽ ഇരുന്ന് കൂടെ ഇരുന്ന് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഞാനൊരു ഓൺലൈൻ ട്രെയിനിങ് എന്നുള്ളത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെ എമോഷണലി സ്ട്രോങ് ആക്കി മാറ്റുക, ഡിസിപ്ലിൻഡ് ആക്കി മാറ്റുക, ലൈഫിൽ ഒന്നുകൂടി ഫോക്കസ്ഡ് ആക്കുക, കൺസിസ്റ്റന്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. സോ പങ്കെടുക്കാനും ലൈഫിൽ ആത്മാർത്ഥമായിട്ട് ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് ഞാനൊരു ലിങ്ക് നൽകുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്തേക്കുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.